എല്ലാവർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചീരത്തോരന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മേടിച്ചതാണ് ഫ്രഷ് ചീര. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചീര ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ ആ ഇലയുടെ ഭാഗമില്ലേ അത് ആദ്യം വെട്ടിയെടുക്കും. അതിനുശേഷം തണ്ട് മാത്രമായിട്ട് വേരിൽ നിന്നും വെട്ടിയെടുക്കും. എന്നിട്ട് ആ തണ്ടിൽ നിന്ന് ഇതുപോലെ നമുക്ക് തൊലി കളയാനുണ്ടാവും. ആ മുഴുവൻ തൊലി നമ്മ ഇങ്ങനെ എടുത്ത് കളയണം. ഇതിങ്ങനെ അരിയുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ കളഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. നമുക്ക് നന്നായിട്ട് ചീരയുടെ തണ്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. മണ്ണൊക്കെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇവിടെ തന്നെ കിട്ടിയ നാടൻ ചീരയാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള വീടുകളിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ നാടൻ ചീരയൊക്കെ ഇവിടെ കിട്ടും. അങ്ങനെ കിട്ടിയതാണ്. ഞാൻ ഒരു കെട്ടേ മേടിച്ചുള്ളൂ കേട്ടോ. ഇതാ ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചീര. ഇനി നമുക്ക് ചീര അരിഞ്ഞെടുക്കാം. ഇതാ ഇപ്പം ഞാൻ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റേ പച്ച കളർ ചീരയില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് കൂടുതലും ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഏത് ചീര ഇഷ്ടം, പച്ചയാണോ ഈ ചുവപ്പാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയത്, പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ചീരന്നൊക്കെ വെള്ളം ഇറങ്ങും. അത് നമ്മൾ വറ്റിച്ചെടുക്കുകയേ വേണ്ടത്. അപ്പോൾ ആ ചീര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ചീരയുടെ തണ്ടും ചീരയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ചീരയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റും. ചിലർ ആ സവാള ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തേങ്ങ ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ അല്ലാട്ടോ ചെയ്യാറ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ ചീരയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും അവസാനമാണ് ഞാൻ തേങ്ങാപ്പീര ഇടാറ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണേ. ഇനിയിപ്പോൾ തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഈ ചീരയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ഡ്രൈ ആവുമല്ലോ ചീരയൊക്കെ. അപ്പോൾ ചീരയൊക്കെ ഒന്ന് സൈഡിലോട്ട് ഒതുക്കി വെക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ നടുക്ക് ഒഴിച്ചിട്ട് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മുട്ടയിട്ട് ചിക്കിയിട്ട് ചീര നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് തേങ്ങയിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ചീരന്നൊക്കെ വെള്ളം വറ്റിയായിരുന്നു. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഇതേ നമ്മുടെ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവിയേറ്റെടുക്കുക. എന്നിട്ട് ഓഫ് ചെയ്യുക. ഇത്രേ ഉള്ളൂ പണി. ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇത്. വെളുത്തുള്ളിയൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്, ഞാൻ വെളുത്തുള്ളിയൊന്നും ഇടാറില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പച്ചമുളകിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. കാരണം എൻ്റെ കുട്ടികൾക്കും കൂടി കൊടുക്കാമെന്നുള്ളത് കൊണ്ട്, അവർക്ക് അധികം എരിവൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോൾ 2 പച്ചമുളക് ആകെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഓവറായിട്ട് ഈ എരിവൊക്കെ കൂട്ടി കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ആ ചീരയുടെ ഒക്കെ ടേസ്റ്റ് അങ്ങനെ തന്നെ മാറിപ്പോവും ഓവർ എരിവൊക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്.
ചീര അരിയുമ്പോൾ കുറേ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ ഇതുപോലെ ചുരുങ്ങും. അപ്പോൾ എപ്പോഴും കൂടുതൽ എടുക്കണമായിരിക്കും നല്ലത് ചീരയൊക്കെ. ഇതായിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു, നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്